ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും സന്ധ്യസമയമൊക്കെ ആകുമ്പോൾ നല്ല കൊതുക് ശല്യമാണ്. ഈ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തന്നെ ഡെങ്കിപ്പനിയുടെ സീസണാണ്. ഒരുപാട് പേർക്ക് ഡെങ്കിപ്പനിയുണ്ട്. ഈ കൊതുക് കടിക്കുന്നത് മൂലമാണ് ഈ ഡെങ്കിപ്പനിയൊക്കെ വരുന്നത്. അപ്പം നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ കുറച്ചൊന്ന് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കെട്ടിക്കിടക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കൊതുക് മുട്ടയിട്ട് കൊതുക് പെരുകത്തൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഡെങ്കിപ്പനിയൊക്കെ കുറയും. അതുപോലെ തന്നെ നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു ഏരിയയാണ് നമ്മുടെ കിച്ചണിലെ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ വെള്ളം വരുന്ന ഭാഗം. അവിടെ ആ വെള്ളം കെട്ടിക്കിടക്കുന്നതിലും കൊതുക് വളർന്ന് കൂത്താടി ഉണ്ടായി ഇങ്ങനെ ഡെങ്കിപ്പനിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്പുകളും കൂടെ നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊതുകൊന്നും വരില്ല. ഇപ്പം നമ്മുടെ വീട് വൃത്തിയായി നമ്മളിട്ടാൽ പോലും ചിലപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള റബ്ബറും തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ പറയുന്ന കൊതുകുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആളുകളും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഈ റബ്ബറിൻ്റെ ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ അത് കമഴ്ത്തി വെക്കണം. വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ളവർ ഈ കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ളവർ ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കണം, ഡെങ്കിപ്പനിയുടെ സീസൺ തന്നെയാണിപ്പോൾ. ഇത് കൂടാതെ ഇനി ഈച്ചശല്യം കുറയ്ക്കാനുള്ളൊരു വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഇതിന് വേണ്ട നമുക്കൊരു പഴയ മൺചട്ടിയാണ്. ഇത് ഞങ്ങളെപ്പോഴും ഇങ്ങനെ പുകയ്ക്കാനൊക്കെ എടുക്കുന്ന ഒരു പഴയ ചട്ടിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൊണ്ടിട്ട് കൊടുക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, പണ്ടുകാലം മുതലേ വീടുകളിലൊക്കെ സന്ധ്യ സമയത്ത് പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് തൊണ്ട്, ഈ കൊതുകിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ തൊണ്ട് മാത്രം ഇട്ട് പുകച്ചാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുകയുടെ ഇത് മാറിക്കഴിയുമ്പം ഈ പോയ കൊതുകുകളെല്ലാം തിരിച്ച് വീണ്ടും വരും. ആ ഒരു പുകയുടെ ശല്യം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ പുകയ്ക്കുകയാണെങ്കിൽ, ഈ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ഉപയോഗിച്ച് പുകയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം പിന്നെ ഈ കൊതുകുകളൊന്നും തിരിച്ച് വരത്തില്ല. എന്നിട്ട് നമുക്ക് ഈ പുകയ്ക്കുന്നത് നമുക്ക് കൊതുക് ശല്യം ഉള്ളിടത്ത് നമ്മുടെ ബെഡ്റൂമിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കുകയും വേണം. അവിടെ എല്ലാം അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം ഇതിനകത്തേക്ക് നമ്മൾ ഇവിടെ തൊണ്ടാണ് വെച്ചത്. പിന്നെ ഇടുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടെ ഞാൻ ആദ്യം കാണിച്ചത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശീമക്കൊന്നയുടെ ഇലയാണ്. ഇത് നമുക്ക് ഒരു ഉണക്കിയതാണ്. ഇതങ്ങ് ഒരുപാട് ഉണങ്ങിയിട്ടില്ല. ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഊരിയിട്ട് കൊടുക്കാം. ഈ ഇലകൾ ഉണങ്ങിയ ഇലയാണ് കേട്ടോ. ഞാനിതിനിങ്ങനെ പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഉണക്കി വെക്കുന്നതാണ്. നല്ല രീതിയിലങ്ങ് ഭയങ്കരമായിട്ട് ഉണങ്ങി പോയിട്ടില്ല, ഉണങ്ങി പൊടിയുന്ന ടൈപ്പിലായിട്ടില്ലാണ്ട് ഒരുവിധം ഉണ്ട്, ഇങ്ങനെ കീറി വരുന്ന ടൈപ്പ്. വെറും പച്ച ഇലയാണെങ്കിൽ കത്താൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചൊന്ന് ഉണക്കിയെടുക്കുന്നത്. ഇത് രണ്ടും എടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കർപ്പൂരമാണ്. കർപ്പൂരം കൂടെ ഇട്ടിട്ടാണ് നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. ഞാൻ 3 കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത്. 3 കർപ്പൂരം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് ഇതിനെ പുകയ്ക്കുന്നത്. അത് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കത്തിക്കഴിഞ്ഞിട്ട് അണഞ്ഞ് പിന്നെ അങ്ങ് പുകയായിക്കോളും. പുകഞ്ഞ് വരും. ഇനി തീ കത്തുന്നങ്ങ് നിൽക്കും. നല്ലതുപോലെ പുകയുന്നുണ്ട്. നമുക്ക് ഈ ചട്ടിയിൽ ഈ പുകയോടുകൂടി നമ്മുടെ എവിടെയൊക്കെയാണോ കൊതുക് ശല്യം ഉള്ളത്, നമ്മുടെ ബെഡ്റൂമിലോ ഹാളിലോ എവിടെയാണെന്ന് വെച്ചാൽ എല്ലാ റൂമിലും ജസ്റ്റ് ഒന്ന് കൊണ്ട് കാണിച്ച് ആ റൂമുകളെല്ലാം ഒന്ന് പുകച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ട് വെച്ചേക്കാം. ഇതിപ്പം ഡൈനിങ് ഹാളിലാണ്. നമുക്ക് കൊതുക് ഏറ്റവും കൂടുതൽ വരുന്ന ആ ഭാഗങ്ങളിൽ, ഡൈനിങ് ഹാളിൽ എല്ലായിടവും നമുക്കൊന്ന് കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. എവിടെയാണോ നിങ്ങൾക്ക് കൊതുക് ശല്യം കൂടുതലായിട്ട് തോന്നുന്നത് ആ ഭാഗങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പുകയ്ക്കണം. നമ്മുടെ അടുത്ത ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ചശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഈച്ച കുറയുന്നു എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. സാധാരണ നമ്മൾ ഈ പുകയ്ക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈച്ചയും കൊതുകൊക്കെ പോകും. പക്ഷെ അത് എത്ര പോയി അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിന് മെയിനായിട്ട് വേണ്ടത് വിനാഗിരിയാണ്. നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിക്കേണ്ട, ഒരു കുറച്ച് ഭാഗം മതി. ഒരു ഇത്രത്തോളമേ എടുത്തിട്ടുള്ളത്, നിറയെ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ഈ ഗ്ലാസിൻ്റെ വക്കിലേക്ക് കുറച്ച് ശർക്കരയോ അങ്ങനെ എന്തെങ്കിലും മധുരമുള്ള സംഭവങ്ങൾ തേച്ച് കൊടുക്കണം. ഞാനിപ്പോൾ എടുക്കുന്നത് ശർക്കരയാണ്. കുറച്ച് ശർക്കര ഇങ്ങനെ ഗ്ലാസിൻ്റെ സൈഡുകളിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി.
ഗ്ലാസിൻ്റെ സൈഡ് മുഴുവൻ തേച്ച് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ അലിഞ്ഞ് താഴോട്ട് പോകും, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതൊരു പരന്ന പാത്രത്തിൽ വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് വെച്ചിടും, കാരണം ഈ ശർക്കര ആയതുകൊണ്ട് തന്നെ ഉറുമ്പ് വന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൊത്തം ഉറുമ്പാകും. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് അധികം കയറത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വയ്ക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈച്ച ശല്യമുള്ള സ്ഥലത്താണെങ്കിൽ കുറേ ഈച്ചകൾ ഇങ്ങനെ പതിയെ വന്ന് ഇതിനകത്ത് ഇരുന്ന് ഈ ശർക്കര തിന്നാൻ ഇരുന്ന് തന്നെ ഈ വിനാഗിരിയിലേക്ക് വീഴും. അങ്ങനെ ഒരുപാട് ഈച്ച ചത്തുപോകും. നമുക്കിത് കാണാൻ പറ്റും. ഇപ്പം ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ ഈച്ചയുടെ ശല്യം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ പറ്റാത്തത്. ഞങ്ങളുടെ ഈ ചാനലിൽ തന്നെ ഞങ്ങൾ ആദ്യം ഈ ഒരു ടിപ്പ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അതിൽ ഈച്ച വീഴുന്നതുണ്ട്, വീണ് ചത്ത് കിടക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാലും മതി. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. 100% എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കമൻ്റായിട്ട് പറയുകയും വേണം.